എന്റെ പൊന്നു മോളെ, നീ വന്നത് എന്റെ മോളുടെ നിശ്ചയം കൂടാൻ വേണ്ടിട്ടല്ലേ? ഇനി കല്യാണത്തിന് നീ വരണം. കല്യാണത്തിന് നീ തലേന്ന് വരാൻ നിൽക്കണ്ട. ഒരു കാര്യം ചെയ്യ്, ഒരാഴ്ച മുമ്പേ ഇങ്ങോട്ട് പോരും, എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി. അതല്ല ലല്ലു ആന്റി, അമ്മേനെ വിളിച്ചിട്ടില്ലേ? അമ്മ വരൂലേ? അതാ എന്റെ പേടി. നിന്റെ അമ്മ വരും, പിന്നെ അച്ഛൻ വരൂലെന്ന് പറഞ്ഞു. അച്ഛന് മംഗലാപുരത്ത് എന്തോ പോകേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് കല്യാണത്തിന് വന്നോളാം, നിശ്ചയത്തിന് വരൂലെന്നാ പറഞ്ഞത്. അതിനിപ്പോ എന്താ, അമ്മ വരട്ടെ. അച്ഛൻ വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അമ്മ വരുന്ന കേട്ടപ്പോ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷൻ ആവുക. അമ്മേനെ എനിക്ക് പേടിയുള്ളൂ. നീ എന്തിനാ പേടിക്കുന്നത്? നീ നിനക്ക് ഇഷ്ടപ്പെട്ട ആളിനൊപ്പം ഇറങ്ങിപ്പോയി, ശരിയാ. അതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഒരു തെറ്റും കാണുന്നില്ല. എന്റെ പൊന്നു കുഞ്ഞെ, ഇഷ്ടപ്പെട്ട ആളെ കിട്ടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ കിട്ടുന്നയാളെ കേട്ടിട്ടില്ലേ, കഷ്ടപ്പെട്ടങ്ങ് ഇഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ പേടിക്കണ്ടല്ലേ? വേണ്ടെന്നേ. നീ നിന്റെ വീട്ടിലേക്കല്ലല്ലോ പോയത്, ഇവിടെ എന്റെ മോളുടെ നിശ്ചയം കൂടാൻ വേണ്ടിട്ട് ഇങ്ങോട്ടല്ലേ വന്നത്. ഇവിടെ നിന്നെ ആരും ഒന്നും പറയത്തില്ല, നീ ആരെയും പേടിക്കണ്ട കേട്ടോ. ഉം എടി, നാളെ നിശ്ചയം വലിയ പരിപാടിയാണോ? ഒരുപാട് പേരുണ്ടാവുമോ? അങ്ങനെ വലിയ പരിപാടിയൊന്നും അല്ലടി, 50 പേരുണ്ടാവും. ഹും. നീ അന്ന് ഒളിച്ചോടി പോയിട്ട് പിന്നെ നിന്നെ ഇന്നല്ലേ ഞാൻ കാണുന്നത്. നീ പോയിട്ട് 9 മാസമായല്ലേ? അമ്മ ഇന്നലെ പറയുന്നത് കേട്ടു. സുഖാണോ നിനക്ക്? ഓ, എന്ത് സുഖമാടി. അമ്മായിയമ്മയുടെ കുത്തും കോളും വെച്ചിട്ടുള്ള സംസാരവും പിന്നെ സ്വർണവും പണവും ഒന്നും ഇല്ലാണ്ട് ചെന്ന് കയറിയതിന്റെ ദേഷ്യവും എല്ലാം കൊണ്ടിട്ടും ആകെ കഷ്ടം തന്നെയാ. അവിടെ നിൽക്കാനേ തോന്നൂല. അപ്പൊ നിന്റെ ഭർത്താവോ? ഉം ഭർത്താവ് ഒരു അമ്മ മോനാ. ഹും, അന്നേരം ഉണ്ടായിരുന്ന സ്വഭാവം ഒന്നും അല്ല ഇപ്പം. ആളാകെ മാറിപ്പോയി. എന്തു പറഞ്ഞാലും അമ്മയുടെ വശത്തേ നിൽക്കുള്ളൂ. എന്റെ വാക്കിനൊന്നും ഒരു വിലയും ഇല്ല. ഇങ്ങനൊന്നും ഇറങ്ങി പോകണ്ടായിരുന്നു തോന്നുവാ ഇപ്പം. എന്റെ അച്ഛന്റെ അമ്മയുടെയും കണ്ണീരാ. ആ, ബെസ്റ്റ്. വീട്ടിൽ നിന്ന് പോയപ്പോഴേ സ്വർണവും പണമൊക്കെ എടുത്തോണ്ട് പോവായിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലൊരു വിലയൊക്കെ ഉണ്ടായേനെ. എനിക്ക് 50 പവന്റെ അടുത്ത് സ്വർണം എന്റെ അമ്മയും അച്ഛനും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ലോക്കറിലാണ് ഇരിക്കുന്നതേ. ഇനിയിപ്പോ അത് വീട്ടിലാണെങ്കിലും ഞാനത് എടുത്തോണ്ട് പോകുമൊന്നുമില്ല. അതിനെന്റെ അഭിമാനം സമ്മതിക്കൂലേ. പിന്നെ വീട്ടുകാരെ വിഷമിപ്പിച്ച് ഇറങ്ങി പോകുന്നതും പോരാ, അവരുടെ സമ്പാദ്യം കൂടെ കൊണ്ടുപോകുന്നതും മോശമല്ലേ. അത്രയും വലിയ ധൈര്യമൊന്നും എനിക്ക് ഏതായാലും ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ ചേട്ടൻ എന്നെ സ്വർണവും പണവും ഒന്നും ഇല്ലെങ്കിലും പൊന്നുപോലെ നോക്കിക്കോളൂന്ന്. ഒക്കെ വെറുതെ. ഈ സ്നേഹമൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ ചെല്ലുമ്പോഴേ നമ്മുടെ കൂടെ നമ്മുടെ കുടുംബമുണ്ട്, സ്വന്തം വീട്ടുകാർ നമുക്ക് ചോദിക്കാനും പറയാനും ഉണ്ട് എന്നുള്ളതൊരു വലിയ വില തന്നെയാണ്. ആരും ചോദിക്കാനും പറയാനും ഇല്ല, തിരിഞ്ഞു നോക്കാനും ഇല്ലാന്ന് കണ്ട നമുക്ക് അവിടെ ഒരു വിലയും ഉണ്ടാവൂലടി. നമ്മളെ ഇട്ട് തട്ടിക്കളിക്കും. ഈ ഇറക്കിക്കൊണ്ട് പോയവനും ഉണ്ടാവൂല ഒരു വിലയും. നിന്റെ അമ്മ വരും കുറച്ച് കഴിയുമ്പോ. എന്റെ അമ്മേനെ വിളിച്ചിട്ടുണ്ടല്ലേ തലേന്ന്? പിന്നെ വിളിക്കാതെ? എന്റെ അച്ഛന്റെ ഒരേ ഒരു പെങ്ങളാ നിന്റെ അമ്മ മാലതി. പിന്നെ വിളിക്കാതിരിക്കുവോ അച്ഛൻ? എനിക്കാണെങ്കിൽ ടെൻഷൻ കൊണ്ട് എന്റെ കൈയും കാലും വിറയ്ക്കുവോ. അമ്മ വരുന്നു ഓർത്തിട്ടെ. സ്വാഭാവികം, സ്വാഭാവികം. ഓ, നീ എന്റെ മകളെ നിശ്ചയം വിളിച്ചിട്ടുണ്ടായിരുന്നോ? എന്നിട്ട് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ പൊന്നു മാലു, ഞാനല്ല വിളിച്ചത്, നിന്റെ ആങ്ങളെ തന്നെ വിളിച്ച. പെങ്ങളുടെ മോള് കല്യാണത്തിന് വേണമെന്നും പറഞ്ഞിട്ട് അങ്ങേര് വിളിച്ചതാ. ഞാൻ പറഞ്ഞതാ വിളിക്കണ്ടാന്ന്. ഞാൻ പറഞ്ഞ വല്ലതും അങ്ങേര് കേൾക്കൂ. പിന്നെ എനിക്ക് പറയാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയില്ലേടി. എടി, അവളെങ്ങനെയാ ഇരിക്കുന്നേ? ഇവിടുന്ന് പോയ പോലെ തന്നെയാണോ? അതോ വണ്ണമൊക്കെ വെച്ചോ? മെലിഞ്ഞെങ്ങാനും പോയോ? നിന്റെ മോക്കം അല്ലെങ്കിൽ തടിയുണ്ടല്ലോ, ഇനിയും കൂടെ തടിച്ച് വീർത്ത് വീപ്പക്കുറ്റി പോലെ ആകണോ? കൂടി എവിടുന്ന്? അവള് സന്തോഷമായിട്ടാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ അതാ നിന്നോട് ഞാൻ ചോദിച്ചത്. അവള് സന്തോഷത്തിലാണോ? സംസാരിക്കുമ്പോ അറിയാലോ. നിനക്കെന്താ, മോളോട് സ്നേഹം വന്നോ മോള് വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പം? എല്ലാരും ഉപേക്ഷിച്ച് പോയതല്ലേ അവള്. നിന്നെ കുറിച്ച് ഓർത്തോ അവള്? നമ്മളെ ആരെങ്കിലും കുറിച്ച് ഓർത്തോ? നീ പറയുന്നതൊക്കെ നേരാ, പക്ഷെ എന്തു പറഞ്ഞാലും പെറ്റ വയറല്ലേടി, ദണ്ണം കാണൂലേ. എനിക്കാണെങ്കിൽ അവളെ ഞാൻ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഇവിടെ വെച്ച് കാണുവാണെങ്കിൽ ഒന്ന് സംസാരിക്കും, വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞുനാൾ മുതൽ അവക്ക് വേണ്ടി മേടിച്ചു വെച്ച സ്വർണ്ണമൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ കൊടുക്കായിരുന്നു. പാവം ഒന്നും ഉണ്ടായില്ല. കല്യാണം കഴിഞ്ഞിട്ടേ ചെറിയ പ്രായത്തിൽ അറിവില്ലായ്മ കൊണ്ടിട്ട് ഒരു അബദ്ധം കാണിച്ചു. അതിന് നമ്മളല്ലേ ക്ഷമിച്ചു കൊടുക്കേണ്ടത്. സാരമില്ല, പോട്ടെ. അല്ലെങ്കിൽ അവളൊരു പൊട്ടത്തിയായിരുന്നേ. അപ്പം ഞങ്ങൾ നടത്തി കുടിക്കാനെന്ന് ഓർത്ത് പേടിച്ചിട്ടായിരിക്കും അങ്ങനെ പോയത്. എന്റെ പൊന്നു മാലു, നിന്റെ മനസ്സിലുള്ള സ്നേഹമൊന്നും നിന്റെ മകൾക്ക് നിന്നോടില്ല. അവളോട് പറയുന്നുണ്ട്, അമ്മേനെ കണ്ടാൽ ഞാൻ മിണ്ടുവൊന്നുമില്ല, അമ്മേനെയൊക്കെ നാണം കെടുത്താൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് വരാൻ നിൽക്കുവോ? അവനെ കൊണ്ടുവരാണ്ട് അവള് തന്നെയല്ലേ വന്നത്. ഈ നാട്ടുകാരുടെ മുന്നിൽ നിന്നെ നാണം കെടുത്തണം. അമ്മയും മോളും പരസ്പരം മിണ്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന നാണക്കേടല്ലേ. നമ്മളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത്. പിന്നെ അവൾക്ക് കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്വർണം കൊടുക്കാഞ്ഞിട്ടാ. അവളുടെ വായിന്ന് വരുന്ന വർത്താനം കേട്ടാ നീ കൊടുക്കും. അതെന്താ, അവൾ നിന്നോട് വരതും പറഞ്ഞോ? ഏ എന്റെ പൊന്നു മാലു, അവള് സുജിമോളോട് പറയുവാ അമ്മേനെ എങ്ങനെയെങ്കിലും സോപ്പിടണം, സോപ്പിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്വർണ്ണമൊക്കെ എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാന്ന്. അത് മേടിച്ച് ഞാൻ എന്റെ പാട്ടിനങ്ങ് പോകൂന്ന്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് നോക്കും.
മകളുടെ സോപ്പിടലിലും നീ വീണു പോയേക്കരുത് അമ്മയെ വിളിയിലും. ഓഹോ, അങ്ങനെയാണോ? അവക്കേ അങ്ങനത്തെ വാശിയും വിചാരമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കഴിഞ്ഞ് മേലെ എനിക്ക്. അവളുടെ അമ്മയാ ഞാന്. കൊള്ളാം. എന്റെ മോൾ അത്രയ്ക്ക് അങ്ങ് വളർന്നു പോയെന്ന് ഞാൻ ഓർത്തില്ല എന്റെ ലല്ലു. അത്രയും വളർന്നു പോയല്ലേ? അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വാശിയാണെങ്കിലേ അതിന്റെ അങ്ങേപ്പുറത്തെ വാശി എനിക്ക്. ആ ഈ കടമ കടമ എന്ന് പറയുന്ന സാധനം മാതാപിതാക്കൾക്ക് മാത്രമല്ല, മക്കൾക്ക് തിരിച്ച് ഇങ്ങോട്ടും ഉണ്ട്. ഒന്നും അറിയിക്കാണ്ട് കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നീ നിന്റെ മോളെ, എന്നിട്ട് എന്നതാ കാണിച്ചത്? അതുകൊണ്ട് അവളെ ഇനിയും വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ. കണ്ടില്ല കേട്ടില്ല എന്ന് നീ നടിച്ചാ മതി. അമ്മേ, എത്ര നാളായി അമ്മ കണ്ടിട്ട്. സോപ്പിട്ട് അമ്മേന്ന് വിളിച്ച് വരുമൊന്നും വേണ്ട. എന്റെ മനസ്സേ അങ്ങനെ ഇങ്ങനെയൊന്നും അലിയാൻ പോകുന്നുമില്ല. ഒരമ്മ നിനക്ക് ഒളിച്ചോടി പോകുമ്പോ അമ്മ എന്നുള്ള വിചാരമൊന്നും ഇല്ലായിരുന്നല്ലോ. ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിട്ട് വന്നേക്കുവാ അമ്മാവന്റെ മോളുടെ നിശ്ചയത്തിന്. ഞങ്ങളെ ഉണ്ടാക്കി വെച്ച കാശോ സ്വർണത്തിനകത്തുനിന്ന് ഒരു ചില്ലി കാശും ഒരു ഒരു തരി സ്വർണവും നിനക്ക് തരികയില്ല. ഒന്നും നിനക്ക് തരികയില്ല. നിന്നെ ഞങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചു. ഇതിന്റെ അനീതി ഉണ്ടല്ലോ, അവളുടെ കല്യാണം ഞങ്ങൾ എങ്ങനെയാ നടത്തുന്നതെന്ന് നീ കാണ് കേട്ടോ. നിനക്കുള്ളതും കൂടെ അവൾക്ക് കൊടുത്ത് ആർഭാടമായിട്ട് തന്നെ അവളുടെ കല്യാണം നടത്തും. ഇപ്പൊ നീ വന്നല്ലോ നിന്റെ മാമന്റെ മോളുടെ നിശ്ചയത്തിന്. ആ പെങ്കൊച്ചൊക്കെ നല്ല അന്തസ്സായിട്ട് ഇറങ്ങി പോകുന്നത് നീ കാണടി, നീ കാണ്. അമ്മ ഞാൻ മോളെ മോളെ സുജിയുടെ അടുത്തോട്ടൊന്ന് ചെന്നേ, ഒന്ന് ചെന്നേ. ഓക്കെ, ആ നെയിൽ പോളിഷ് ഒന്ന് ഇട്ട് കൊടുക്ക്. എന്റെ അല്ലു, നീ പറഞ്ഞ പോലെ നൈസായിട്ട് എന്നെ സോപ്പിടാൻ വേണ്ടി വന്നതാ എന്റെ മോള് എന്റെ അടുത്തേ. എനിക്കും തോന്നിയത്. നീ ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെടാതെ. നിന്റെ അമ്മ വന്നാൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നീ ഊഹിച്ചതല്ലേ. പിന്നെ എന്തിനാ പ്രതീക്ഷിക്കാത്ത പോലെയുള്ള സങ്കടം? ഞാനേ എന്റെ സ്വർണ്ണമൊക്കെ നിന്നെ കാണിച്ചു തരാം. പിന്നെ ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ? 30 പവനേ ഉള്ളൂ, മതിയല്ലേടി? പിന്നെ ഇപ്പത്തെ സ്വർണത്തിന്റെ വില വെച്ചിട്ട് 30 പവൻ എന്നൊക്കെ പറയുമ്പോ നല്ലൊരു സമ്പാദ്യം തന്നെയാ സ്വർണം. കാര്യം എനിക്ക് സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉള്ള ആളല്ല. പക്ഷെ സ്വർണ്ണമൊക്കെ ഇപ്പൊ ഒരു അസറ്റാ മോളെ. എന്റെ പൊന്നു മോളെ, നീ അവളെ അമ്മേന്ന് വിളിച്ചൊന്നും നീ ചെല്ലാൻ നിക്കണ്ട. അവളുടെ മനസ്സൊന്നും അലിയത്തൊന്നുമില്ല. കട്ടി മനസ്സാ കേട്ടോ. ഇങ്ങനെയുണ്ടോ സ്വന്തം മകള് മുന്നിൽ വന്നിട്ടേ ഒരു 8-9 മാസം കൂടി മുന്നിൽ വന്ന് നിൽക്കുമ്പോ ഏതമ്മയുടെ മനസ്സാ ഒന്നും അലിയാത്തത്? എനിക്കൊന്നും പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ. നിന്റെ അമ്മയൊരു വല്ലാത്തൊരു ജീവി തന്നെ. ആകെ നിങ്ങൾ 2 പെൺപിള്ളാരില്ലേ ഉള്ളൂ. ദൈവമേ. എന്നാലും അമ്മ എന്നെ ഇത്രയും വെറുത്തു പോകുന്നു ഞാൻ വിചാരിച്ചില്ല. എന്ത് ദേഷ്യത്തിലാണ് അമ്മ സംസാരിച്ചത്? അമ്മയുടെ മനസ്സിൽ ഞാൻ ഇത്രയും വെറുക്കപ്പെട്ടവളായി ഞാൻ ഓർത്തില്ലല്ലോ ആന്റി. എന്തൊരു പകയുള്ള പോലെ അമ്മ സംസാരിച്ചത്. എന്റെ അമ്മ തന്നെയാണോ അതെന്ന് ഞാൻ ഓർത്തുപോയി. കാര്യം നിന്റെ അമ്മ എന്റെ നാത്തൂന, എന്റെ ഭർത്താവിന്റെ ഒരേ ഒരു പെങ്ങളായതുകൊണ്ട് ഞാൻ കുറ്റം പറയുവാന്ന് നീ വിചാരിക്കരുത്. ഇതുപോലത്തെ ഒരു ദുഷ്ട മനസ്സുള്ള സ്ത്രീനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിന്റെ അമ്മാവനെ കല്യാണം കഴിച്ച ആ വീട്ടിലോട്ട് ചെന്നപ്പോ എന്നോട് കുറെ പോരെടുത്തതാ. ഞാൻ എങ്ങനെയാ പിടിച്ചു നിന്നേന്നറിയാവോ? എന്റെ പൊന്നു മോളെ, ഒളിച്ചോടിയൊന്നും പോവണ്ടായിരുന്നു. അങ്ങനെ ഒളിച്ചോടി പോകാൻ മാത്രമുള്ള പ്രേമമൊന്നും എനിക്കില്ലായിരുന്നു. ചെറിയൊരു പ്രേമമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ആന്റിയുടെ മോളോട് പറഞ്ഞപ്പം അവള് വന്ന് ലല്ലു ആന്റിയോട് പറഞ്ഞു. അപ്പൊ ലല്ലു ആന്റി നിർബന്ധിച്ചതുകൊണ്ടല്ലേ ഞാൻ ഒളിച്ചോടി പോയത്. എന്നാലും എന്തുണ്ടെങ്കിലും വീട്ടിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഒളിച്ചോടി പോകണ്ടായിരുന്നു. എന്റെ പൊന്നു കുഞ്ഞെ, ഒന്ന് പതുക്കെ പറ. നീ ഇഷ്ടപ്പെട്ട ആളുടെ ഒപ്പം പോയി സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്ന് ഓർത്തല്ലേ ഒളിച്ചോടാൻ വേണ്ടി ഞാൻ നിന്നെ സഹായിച്ചത്? ഇവിടെ 2 ദിവസം നിൽക്കട്ടെ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒളിച്ചോടി വിടാൻ വേണ്ടി ഞാൻ സഹായിച്ചതും പോരാ. ലല്ലു ആന്റി കാരണോ ഞാൻ ഒളിച്ചോടി പോയത്? ആന്റി എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതല്ലേ. ഞാൻ പോകുന്നില്ല എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ. ഇതിപ്പോ കുറ്റം മുഴുവൻ എനിക്കായോ? ഒളിച്ചോടി പോയെങ്കിൽ എന്താ, നിന്നെ അവൻ നന്നായിട്ട് നോക്കുന്നില്ലേ? നീ സുഖമായിട്ടല്ലേ ജീവിക്കുന്നേ? എനിക്ക് അവിടെ സുഖമൊന്നുമില്ല. ഭയങ്കര കഷ്ടപ്പാടാ. മടുത്തു ഞാൻ. ഇങ്ങനെ പോയ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചതാ. ചേട്ടൻ വന്നോ? ഇല്ല. എന്നോട് പഴയ സ്നേഹമൊന്നുമില്ല. ഒക്കെ പോട്ടെ, അമ്മായിയമ്മയുടെ ദ്രോഹം സഹിക്കാൻ പറ്റുന്നില്ല. മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഞാനാ, പഠിച്ചൊരു ജോലിയാക്കണ്ട ഞാനാ. കള്ളിലല്ലു, ഞങ്ങളോട് ഈ ചതി ചെയ്തല്ലോ ഇവള്. ഒന്നും അറിയാത്ത എന്റെ മോളെ ഓരോന്ന് പറഞ്ഞ് ഒളിച്ചോടിച്ചു. അവളുടെ സ്വന്തം ആങ്ങളുടെ മോളല്ലേ. ഇങ്ങനെ ദ്രോഹം ചെയ്യാൻ എങ്ങനെയാ തോന്നുന്ന കൂടപ്പിറപ്പുകളോട്? എന്റെ ദൈവമേ. അമ്മ എന്നോട് ക്ഷമിക്കമ്മേ. പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം.
എന്റെ വിവരമില്ലായ്മ. സാരമില്ല മോളെ, നമുക്ക് മനസ്സിലായല്ലോ അവളുടെ സ്വഭാവം. ഇങ്ങനെ ഒരു ദ്രോഹം അവള് ചെയ്യുമെന്ന് അമ്മ വിചാരിച്ചില്ല. വീണ്ടും എന്നോട് നിന്റെ കുറ്റം പറഞ്ഞിട്ട് നമ്മളെ വീണ്ടും തമ്മിൽ തെറ്റിച്ച് പിരിക്കാനായിരുന്നു അവളുടെ ലക്ഷ്യം. ഉഫ്. എന്നാലും എനിക്ക് അങ്ങനെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ തോന്നിയെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഈ ലല്ലു ആന്റിയുടെ വാക്കിൽ ഞാനങ്ങ് വീട് പോയി. നിന്റെ ജീവിതം പോയോ കഷ്ടപ്പാടാന്നോർത്ത് നീ വിഷമിക്കണ്ട. നിനക്ക് പറ്റിയൊരു അബദ്ധം. അമ്മ അത് ക്ഷമിച്ചു. നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, നീ അങ്ങോട്ട് പോവണ്ട. ബാക്കി പഠിച്ചൊരു ജോലി മേടിക്കാൻ വേണ്ടിയിട്ട് നോക്ക്. എന്നിട്ട് ബാക്കി കാര്യം പിന്നീട് തീരുമാനിക്കാം. അല്ലാണ്ട് എൻ്റെ മോളിനി അങ്ങോട്ട് പോകണ്ട. മോളുടെ കഷ്ടപ്പാട് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ദൈവം നമ്മുടെ കൺമുന്നിലെല്ലാം കാണിച്ചു തന്നല്ലോ ഓരോരുത്തരുടെ മുഖം മൂടി. അവൾക്ക് പണ്ടേ നമ്മളോട് അസൂയായിരുന്നു. നമ്മൾ വീട് വെച്ചതും നിങ്ങളെ പഠിപ്പിക്കുന്നതും ഒന്നും അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. അവളുടെ മോള് പഠിക്കാൻ പുറകോട്ടായിരുന്നല്ലോ. എൻ്റെ 2 മക്കളും നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഇനി നിങ്ങളും പഠിച്ച് വലിയ ജോലിക്കാരായെങ്കിലേ അവൾക്ക് വല്ല അറ്റാക്കും വന്നാൽ. അങ്ങനെ എൻ്റെ ഒരു മകളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിച്ചു. ഏറെക്കുറെ അവളതിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കളുടെ ജീവിതം തകരാൻ ഈ അമ്മ സമ്മതിക്കൂല. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. അയ്യോ, എന്റെ ഫോൺ പോയി. ലല്ലുവല്ലേ കരയുന്നേ? അയ്യോ, എന്താ ആന്റി? എന്താ? എന്റെ മോളെ അവള് പോയി. എന്റെ പൊന്നു മോള് പോയി. നിശ്ചയത്തിന്റെ തലേദിവസം ഒളിച്ചോടി പോയി കത്തും എഴുതി വെച്ചിട്ട് എന്നോട് ശരി ചെയ്തല്ലോ. എന്റെ പൊന്നു മാലു, ആണും പെണ്ണുമായിട്ട് എനിക്ക് ഒന്നല്ലേടി ഉള്ളൂ. പോയടി അവള് പോയി. അയ്യോ, അവളുടെ സ്വർണമൊക്കെ കല്യാണത്തിന് വാങ്ങി വെച്ചതൊക്കെ എടുത്തോണ്ടാണോ പോയത്? കൊണ്ടുപോയി മോളെ, എല്ലാം കൊണ്ടുപോയി. അവളുടെ 30 പവനും കൊണ്ടുപോയി, കൂടെ എന്റതും കൊണ്ടുപോയി. തൂത്ത് പഠിച്ചെടുത്തോണ്ട് പോയടി മോളെ. അയ്യോ, എനിക്ക് വയ്യ. ദൈവമേ. ബുദ്ധിമതി. മോളെ, മോളെന്നൊന്നും ആന്റി വിളിക്കണ്ട. ഞാനിങ്ങനെ ഒളിച്ചോടി പോയതും ഇങ്ങനൊരു തെറ്റ് കാണിച്ചതും ആന്റി കാരണം മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ വകതിരിവ് കാണിച്ചില്ല. അപ്പൊ എന്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്. എന്തായാലും തമാശക്ക് ചെറുതായിട്ടൊരു പ്രേമം തോന്നിയത് ഞാൻ ആന്റിയുടെ മോളോട് പറഞ്ഞപ്പോഴേ, അത് അവള് വന്ന് ആന്റിയോട് പറഞ്ഞപ്പോ എന്നെ തിരുത്തണ്ട ആന്റി, എന്നെ അതൊരു പ്രോത്സാഹിപ്പിച്ച് വലിയ കാര്യമാക്കി എടുത്ത് ഒളിച്ചോടാൻ പ്രേരിപ്പിച്ചത് തെറ്റല്ലേ ആന്റി? സങ്കടപ്പെടണ്ട. നീ ഞങ്ങളെ ചതിച്ചപ്പോഴേ ദൈവം നിന്നെ ചതിച്ചു എന്നങ്ങ് വിചാരിച്ചാ മതി. പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? ഞങ്ങളോട് ചെയ്ത ചതിയൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ വേദന എത്രയാന്നുള്ളത് നിനക്ക് മനസ്സിലാക്കി തന്നല്ലോ ദൈവം. ദൈവം ഉണ്ടെന്നുള്ളത് ഇപ്പൊ എനിക്ക് ഉറപ്പായി. ഏതായാലും നിന്റെ മോള് ചെയ്ത ചതി എന്റെ മോള് ഞങ്ങളോട് ചെയ്തില്ല. ഇങ്ങനെ കല്യാണ നിശ്ചയം വരെ കാത്തു നിന്ന് ഒളിച്ചോടി പോകാനേ, സ്വർണവും പണമൊക്കെ ആയിട്ട് പോകാനെന്ന് ഓർത്തായിരിക്കും. അപ്പം ഞാൻ എന്തായാലും തെറ്റ് തിരുത്തി ഇനി എന്റെ അമ്മ അച്ഛനും പറയുന്ന പോലെ കേട്ട് പഠിച്ച് ജോലി മേടിക്കും. നാളെ നിശ്ചയത്തിന് വരുന്നവരോട് ഞാൻ എന്തു പറയും?